ഹായ്, എൻ്റെ പേര് വരുൺ. ആങ്കേഴ്സ് വേൾഡുമായിട്ടുള്ളൊരു ബന്ധം ഏകദേശം ഒരു 1.5-2 വർഷമായിട്ടുള്ളൊരു ബന്ധമാണ് ദീപ മാമുമായിട്ട്. ദീപ മാമിനെ പറ്റി ഞാൻ അറിയുന്നത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, മാമിന്റെ പോസ്റ്റുകളൊക്കെ കണ്ട് അങ്ങനെയാണ് എനിക്ക് മാമിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ അറിയുകയും അങ്ങനെയാണ് മാമിനെ ഞാൻ അപ്രോച്ച് ചെയ്യുന്നത്. മാമിലേക്ക് എന്നെ എത്തിച്ച ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കരിയറിൽ ഉണ്ടായിരുന്ന കുറച്ച് ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് ആയിരുന്നു. പെട്ടെന്ന് ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ മാനേജ്മെന്റിൽ കുറച്ച് ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും അങ്ങനെ വന്ന് കുറച്ച് അൺപ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായി. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാത്തടത്തോളം കാലം നമുക്ക് അറിയാലോ, അതിന് മേ ബി നമ്മളതിന് റെസിസ്റ്റൻസ് കാണിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ നോർമലി നമ്മളെല്ലാവരും പറയുന്നുണ്ട് നമുക്ക് ഓഫീസിലെ കാര്യങ്ങൾ ഓഫീസിൽ തന്നെ വെച്ചിട്ട് പോകണം. പക്ഷെ ഞാനത് ക്യാരി ചെയ്യാൻ തുടങ്ങി. ഞാൻ അങ്ങനെ അത് എന്റെ വീട്ടിലേക്കും കൂടെ കൊണ്ടുവന്നു. അപ്പൊ അതൊക്കെ എന്നെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കി. ഇപ്പം എൻ്റെ പേരൻസുമായിട്ടും അല്ലെങ്കിൽ മോനുമായിട്ടും ഒക്കെ എനിക്ക് വഴക്ക് ഉണ്ടാക്കേണ്ടതായിട്ടും ഒക്കെ അങ്ങനെയൊക്കെ കുറെ പ്രോബ്ലങ്ങൾ ഞാൻ ഫേസ് ചെയ്തു തുടങ്ങി. അപ്പം ഞാൻ സത്യത്തിൽ നമ്മളുടെ കൂടെ പല ആൾക്കാർ നിൽക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷെ ആരും തന്നെ നമ്മളോട് സപ്പോർട്ടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ഭയങ്കരമായിട്ടൊരു കൺഫ്യൂസ് സ്റ്റേജിലാവും. എങ്ങനെ നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ മാമിനെ കാണുന്നത്, മാമുമായിട്ട് സംസാരിക്കുന്നത്. മാമിനായിട്ട് ഞാൻ സംസാരിച്ചതിന് ശേഷം മാമിന്റെ പാർട്ടിയിൽ നമ്മൾ പറഞ്ഞതെല്ലാം കംപ്ലീറ്റ്ലി ലിസൺ ചെയ്തിട്ട് മാം നമുക്കൊരു എന്താണ് അല്ലെങ്കിൽ മാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ബ്രീഫിങ് നമുക്ക് തന്നു. എന്താണ് ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് പോകുന്നതിനെ പറ്റിയിട്ടൊരു ബ്രീഫിങ് തന്നിരുന്നു. പക്ഷെ നമ്മളത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ മാമിന്റെ ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം അതുപോലെ മാം പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പം ആ ഒരു പ്രോസസ്സ് നന്നായിട്ട് നമ്മൾ കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു 2 വർഷത്തോളമൊക്കെ ആയി. ഇപ്പോഴും ഞാനത് പ്രാക്ടീസ് ചെയ്ത് പോകുന്നു. സോ എന്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഡെഫിനറ്റ്ലി എനിക്ക് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങൾ. ഇവൻ ഞാൻ നേരത്തെ പറഞ്ഞ ജോബ് ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന തന്നെ ഞാനൊരു ഡിസിഷനിലേക്ക് എത്തി. ആ ജോബ് ക്വിറ്റ് ചെയ്യണം എന്നൊരു ഡിസിഷനിലേക്ക് എനിക്ക് എത്താൻ പറ്റി. പിന്നെ ഇതിനൊക്കെ എന്റെ ഫാമിലിയുടെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി എന്റെ വൈഫിന്റെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. അങ്ങനെ ഞാൻ ആ ജോലി ക്വിറ്റ് ചെയ്യണമെന്നൊരു ഡിസിഷനിലേക്ക് എത്തി. അങ്ങനെ നമ്മൾ ക്വിറ്റ് ചെയ്തു. സോ ആ ടൈമിൽ ഞാനത് പ്രാക്ടീസ് ചെയ്തു. പക്ഷെ ഞാൻ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെയും ഇപ്പം ജോബൊക്കെ ഇല്ലാതിരിക്കുന്ന കുറച്ചൊരു 1 മന്ത് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ തന്നെ നമുക്ക് തന്നെ ഒരു തോട്ട് വരുവാണ്, നമുക്ക് എങ്ങനെ നമ്മളെ അപ്സ്കിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്റെ ജോലി പോയല്ലോ അങ്ങനെ ഇരിക്കാതെ നമ്മളെ തന്നെ ഈ പ്രാക്ടീസസ് നമ്മൾ അതിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ശരിക്കും പ്രാക്ടീസ് വരുമ്പോൾ എല്ലാം നല്ലതേ നടക്കൂ എന്നുള്ളതല്ല അതിൽ നിന്ന് നമ്മൾ മെയിൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ലൈക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ നമുക്കൊരു ബെനിഫിഷ്യൽ ആയിട്ട് എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ള ഒരു ഇതിലേക്കാണ് നമ്മുടെ തോട്ട് പ്രോസസ് തന്നെ അതിൽ പോകുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ചലഞ്ചസ് ഒക്കെ ഇൻ ബിറ്റ്വീനും വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കത് നല്ല രീതിയിൽ ഫേസ് ചെയ്യാൻ പറ്റി, അതിനെ ഒരു പോസിറ്റീവായിട്ട് മാറ്റാൻ പറ്റി. എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈ പറയുന്ന ചെറിയൊരു ഫിയർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പണ്ട് തൊട്ട് കൊച്ചിലൊക്കെ ഉണ്ട്. ഇതൊക്കെ എനിക്ക് ഈ പ്രാക്ടീസസ് ചെയ്ത് തുടങ്ങുന്നതോടും എനിക്ക് ക്ലാരിറ്റി കിട്ടുകയും എനിക്കതിന്റെ ഒരു എങ്ങനെ ഞാൻ അതിൽ നിന്ന് ഓവർകം ചെയ്ത് പുറത്തു വരാൻ ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എനിക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അങ്ങനത്തെ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ട്രെയിനിങ്സ് ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ ഇതൊക്കെ ഈ ഒരു പ്രാക്ടീസ് കൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത്. എപ്പോഴും എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ. നമ്മളത് മടിച്ചിരിക്കേണ്ട. ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കാനോ നമ്മളെ കെയർ ചെയ്യാനോ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം അതെന്താണെന്ന് നോക്കുക, നമുക്കത് ചെയ്ത് നമുക്ക് തന്നെ അത് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇതുപോലെയുള്ള ഒരു സപ്പോർട്ട് എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നമ്മളുടെ സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ ഇതിലൊക്കെ മെയിൻ കാര്യം നമ്മൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്ത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്.